എവ്രിവൺ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ചാപ്റ്റർ 6 ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ഒരു ചെറിയ ഏരിയയാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പം പലപ്പോഴും പലർക്കും തെറ്റിപ്പോകാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു തെറ്റാനുള്ള ടെൻഡൻസി കൂടുതലുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. യെസ്, അപ്പോൾ നമുക്ക് അത് ഏതാണെന്നും അതുപോലെ തന്നെ അത് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മിസ്സിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആ കുഞ്ഞ് ഏരിയ വേറൊന്നുമല്ല, നമ്മുടെ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കാം ഈ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്ററിനകത്ത് എന്താ മിസ് ഇത്ര തെറ്റിപ്പോവാനിരിക്കുന്നേ അല്ലേ. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ 2+, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ 2-. ആൻഡ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വാല്യൂ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ആ വാല്യൂവിന്റെ ഇപ്പോൾ ഉള്ള വാല്യൂ ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പം 5 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 5നെ 5+1 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, 5+1 ഇങ്ങനെ എഴുതുന്നതിന് പകരം എനിക്ക് 5++ എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും വരിക. ഇനി ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ എനിക്ക് ഈ 5-1 എന്നുള്ളതിനെ വീണ്ടും 5-1ന്റെ സെയിം വാല്യൂ തന്നെ വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതിയാവും, 5 - ഇങ്ങനെ കൊടുത്താൽ മതിയാവും. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്താണ്, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം അല്ലേ. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ദ ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രിമെന്റിങ് ദ കോണ്ടന്റ് ഓഫ് ആൻ ഇൻറ്റീജർ വേരിയബിൾ ബൈ 1. നമ്മൾ ആദ്യം കൊടുക്കുന്ന ഒരു വേരിയബിൾ അല്ലെങ്കിൽ ആദ്യം കൊടുക്കുന്ന ഒരു വാല്യൂവിന്റെ ഇപ്പം നിലവിലുള്ള വാല്യൂ ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻക്രിമെന്റ് ഓപ്പറേറ്ററിനെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വാല്യൂ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിക്രിമെന്റ് ഓപ്പറേറ്ററിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് മിസ്സിനറിയാം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും കൺഫ്യൂസിങ് ആയിട്ട് ഉണ്ടാവുക? യെസ്, കൺഫ്യൂസിങ് ആയിട്ട് ഉണ്ടാവുന്ന സാധനമാണ് നമ്മുടെ പോസ്റ്റ് ഫിക്സും അതുപോലെ തന്നെ പ്രീഫിക്സും. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം എന്താണ് പ്രീഫിക്സ് ഫോം ഓഫ് വാല്യൂസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പ്രീഫിക്സ് ഫോം ഓഫ് വാല്യൂസ് എന്ന് പറയുമ്പം നമുക്കതിനെ നമ്മൾ ഈ റീചാർജ് ചെയ്യത്തില്ലേ, നമ്മളൊക്കെ ഡെയിലി നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഫോണിനകത്ത് നിങ്ങൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇന്റർനെറ്റ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ റീചാർജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റീചാർജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയായിരിക്കും റീചാർജ് ചെയ്യുന്നുണ്ടാവുക? എല്ലാവരും എങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഒരു 3 മാസത്തേക്കുള്ളത് നമ്മൾ ആദ്യം തന്നെ, അല്ലെങ്കിൽ ഫസ്റ്റിലത്തെ 1 മാസത്തേക്കുള്ളത് നമ്മൾ ആദ്യം തന്നെ റീചാർജ് ചെയ്തിട്ട് അങ്ങ് വെക്കും അല്ലെ. 1 മാസത്തേക്കുള്ള നെറ്റ് ഞാൻ, അല്ലെങ്കിൽ നെറ്റും കോളും കൂടെ ഒക്കെ അടങ്ങുന്ന ഒരു പാക്ക് ഞാൻ ആദ്യം തന്നെ റീചാർജ് ചെയ്യും. അല്ലെങ്കിൽ 3 മാസത്തേക്കുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഇത്ര ഡേയ്സിലേക്ക് 84 ഡേയ്സിലേക്കുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ റീചാർജ് ചെയ്യുക. അതല്ലെങ്കിൽ 1 വർഷത്തേക്കുള്ള പ്ലാൻ ആദ്യം തന്നെ ചെയ്യുന്നവരുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? നമ്മൾ ആദ്യം തന്നെ, അതായത് പ്രീപെയ്ഡ് ആണ്, ആദ്യമേ പേ ചെയ്യും, അതിനുശേഷം യൂസ് ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്രീപെയ്ഡ് ഓപ്ഷൻസ് എന്ന് പറയുക അല്ലെ. അപ്പൊ ഇതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സിന്റെ കേസിലെ പ്രീഫിക്സ് ഫോം ഓഫ് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദാ ഇപ്പോ ഞാനിവിടെ 5 എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കുകയെന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ 5 എന്ന് പറയുന്ന ഒരു വാല്യൂ എടുത്തു. എനിക്ക് 5ന്റെ വാല്യൂ നെക്സ്റ്റ് ഒരു ഡിജിറ്റിലേക്ക്, അല്ലെങ്കിൽ 5ന്റെ വാല്യൂ എനിക്ക് ഇൻക്രിമെന്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് 2 രീതിയിൽ എഴുതാൻ പറ്റും. ++5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5++ എന്ന് എഴുതാം. ഓക്കെ, ഇത് രണ്ടും ശരിയായിട്ടുള്ള രീതിയാണ്. ഇതിനകത്ത് ഈ ++5 എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്രീഫിക്സ് ഫോം ഓഫ് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ ഈ ++5ന്റെ പ്രത്യേകത എന്തായിരിക്കും? ++5 എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം 5ന്റെ വാല്യൂ ഒന്ന് കൂടും, അതിനുശേഷമായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക, നമ്മൾ ഏത് വേരിയബിളിലേക്കാണോ ഈ വാല്യൂ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ വേരിയബിളിലേക്ക് ഈ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക. അതായത് ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിവിടെ ഇവിടെ x എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ സെലക്ട് ചെയ്യാണ്. എക്സിന്റെ വാല്യൂ ഞാൻ എന്ത് കൊടുത്തു, 5 കൊടുത്തു. ഓക്കെ, എക്സിന്റെ വാല്യൂ ഞാൻ 5 കൊടുത്തു. ദെൻ ഞാൻ ഇവിടെ y എന്ന് പറയുന്ന വേറൊരു വേരിയബിളിനെ എടുത്തു. എന്നിട്ട് y-യുടെ വാല്യൂ ഞാൻ ++x എന്ന് കൊടുത്തു. ഓക്കെ, എക്സിന്റെ വാല്യൂ 5 കൊടുത്തു, y-യുടെ വാല്യൂ ++x എന്ന് കൊടുത്തു. ഇതിന്റെ അർത്ഥം എന്താണ്?
ഇപ്പം എക്സിന്റെ വാല്യൂ 5 ആണ്. ഇനി വൈയുടെ വാല്യൂ വരുമ്പോഴത്തേക്കും എക്സിന്റെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്താൽ അതെന്താവും? വൈ ആകും. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു പ്രീഫിക്സ് ഫോമിലേക്ക് വരുമ്പോഴത്തേക്കും ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ ആദ്യം പ്ലസ് പ്ലസ് എക്സ് എന്നുള്ളതായിരിക്കും വർക്ക് ആവുക. അതായത് എക്സിന്റെ വാല്യൂ 1 കൂടും. ഓക്കെ, ഇപ്പം എക്സിന്റെ വാല്യൂ 5 ആണ്. ഇപ്പൊ വൈയുടെ വാല്യൂയിലേക്ക് വരുമ്പം ആദ്യം എക്സിന്റെ വാല്യൂ 6 ആവും. അതിനുശേഷം ഈ 6നെ ആയിരിക്കും വൈയിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് വരുന്നുണ്ടാവുക? ആദ്യം എക്സിന്റെ വാല്യൂ 6 ആവും, കാരണം പ്ലസ് പ്ലസ് എക്സ് ആണ്. ഓക്കെ, എക്സിന് മുന്നേ ഉള്ള വാല്യൂ, അതായത് എക്സിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇവിടെ ഇൻക്രിമെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? എക്സിന്റെ വാല്യൂ ആദ്യം 6 ആയിട്ട് ഈ പറയുന്ന എക്സിന്റെ ഉള്ളിൽ തന്നെ സ്റ്റോർ ചെയ്യും. അതിനുശേഷമായിരിക്കും ആ വാല്യൂവിനെ വൈയുടെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഇതിനെയാണ് നമ്മൾ പ്രീഫിക്സ് ഫോം എന്ന് പറയുക. ഇവിടെ നോക്കിക്കേ, നിങ്ങൾ വായിച്ചു നോക്കിക്കേ. ഇൻ ദ പ്രീഫിക്സ് ഫോം ദ ഓപ്പറേറ്റർ ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ ഓപ്പറൻഡ്. കണ്ടോ, ഇവിടെ നമ്മൾ ഓപ്പറൻഡിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഓപ്പറേറ്ററിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ഓപ്പറേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഫസ്റ്റ്. ആദ്യം എന്ത് സംഭവിക്കും? ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ഓപ്പറേഷൻ ആയിരിക്കും സംഭവിക്കുക. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ നമ്മൾ ഇൻക്രിമെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ എക്സിന്റെ വാല്യൂ 1 കൂടി. ആദ്യം 1 കൂടി ഈ എക്സിൽ തന്നെ 5 6 ആയിട്ട് മാറി. അതിനുശേഷമായിരിക്കും എന്ത് സംഭവിക്കുന്നുണ്ടാവുക? വൈയിലേക്ക് 6ന്റെ വാല്യൂ മാറുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? ചേഞ്ച് ദെൻ യൂസ് മെത്തേഡ് എന്ന് പറയും. ഓക്കെ, എന്താണ്? ആദ്യം ഏത് വേരിയബിളിലാണോ ഫസ്റ്റ് ഈ വാല്യൂ ഇരിക്കുന്നത് അവിടെ വെച്ച് തന്നെ ചേഞ്ച് ആയിട്ട് പിന്നീട് നെക്സ്റ്റ് വേരിയബിളിലേക്ക് നമ്മൾ യൂസ് ചെയ്യും. അതാണ് ചേഞ്ച് ദെൻ യൂസ് മെത്തേഡ്, അല്ലെങ്കിൽ ചേഞ്ച് ദെൻ യൂസ് വാല്യൂ. ആ ഒരു രീതിയിലേക്ക് ഇതിനെ പറയാനുള്ള റീസൺ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ആൾ ആരാണ്? നമ്മുടെ പോസ്റ്റ് ഫിക്സ്. ഈ പോസ്റ്റ് ഫിക്സിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സാധനമാണ്. നിങ്ങളൊക്കെ ഓട്ടോയിൽ പോകുന്ന ആൾക്കാരായിരിക്കും അല്ലെ? ഈ ഓട്ടോ കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഊബർ ബുക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ എന്താണ്, ഒന്നുകിൽ ഈ ഓട്ടോയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ നമ്മൾ കാറിനൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടാവാം. ഓട്ടോ പിടിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും പേയ്മെന്റ് നടത്തുക? നമ്മൾ എങ്ങനെയാ പേയ്മെന്റ് നടത്തുക? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓട്ടോ പിടിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അവിടെ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നുണ്ടാവുക. അതിന് മുന്നേ നമ്മൾ പേയ്മെന്റ് കൊടുക്കുമോ? ഇല്ല. നോർമലി എല്ലാവരും തന്നെയും ഓട്ടോയിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുക? എപ്പോഴാണോ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുന്നത് അവിടെ എത്തിക്കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ഇവിടെ എന്താ സംഭവിച്ചേ? ആദ്യം നമ്മുടെ ആ ഒരു നമുക്ക് എന്താണോ ചെയ്ത് തീർക്കാനുള്ളത് ആ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷമാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ പോസ്റ്റ് ഫിക്സ് ഫോമിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെയാണ് വരിക. ഓക്കെ, സെയിം എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. എക്സ് ഈക്വൽ ടു 5, വൈ ഈക്വൽ ടു എക്സ് പ്ലസ് പ്ലസ്. ഓക്കെ, എക്സ് പ്ലസ് പ്ലസ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പം എക്സിന്റെ വാല്യൂ 5 ആണ്. സോ വൈ എന്ന് പറയുന്നത് എക്സ് പ്ലസ് പ്ലസ് ആണ് എന്ന് ഞാൻ കൊടുത്തു. പ്ലസ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? എക്സിൽ കയറി ആദ്യം വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് വൈയിലേക്ക് അതിനെ യൂസ് ചെയ്യും. ഇവിടെ നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടോക്കാരൻ ചേട്ടൻ എന്ത് ചെയ്യും? നമ്മളെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കും. ഓക്കെ, ഓട്ടോക്കാരൻ ചേട്ടൻ നമ്മളെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നുണ്ടാവുക. ആദ്യം എത്തണം അല്ലെ? ഇവിടെയും അതുപോലെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. ആദ്യം ഈ എക്സിന്റെ വാല്യൂ വൈയിലേക്ക് എത്തുന്നു. അതിനുശേഷം വൈയിൽ വെച്ചിട്ടായിരിക്കും ഇൻക്രിമെന്റ് സംഭവിക്കുക. ഓക്കെ, എങ്ങനെ വരും? അപ്പം ഇവിടെ വൈയുടെ വാല്യൂ 5 ആകും. അതിനുശേഷം എന്ത് സംഭവിക്കും? 5+1 എന്നുള്ള ആ ഒരു ഇൻക്രിമെന്റ് സംഭവിക്കും. ഇതേ സെയിം തന്നെയാണ് ഡിക്രിമെന്റിന്റെ കേസിലും സംഭവിക്കുക. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ. പോസ്റ്റ് ഫിക്സ് ഫോം ദ ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ ദി ഓപ്പറൻഡ്. കണ്ടോ, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഓപ്പറൻഡ് ഏതാണോ ആ ഓപ്പറൻഡിന് ശേഷമായിരിക്കും ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടാവുക? ഓപ്പറേറ്ററിനെ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എന്ത് സംഭവിക്കും? current value of the variable is used first and then the increment or decrement is applied. ആദ്യം എന്ത് സംഭവിക്കും? ഇപ്പം ഈ വേരിയബിളിന്റെ വാല്യൂ എത്രയാണോ അത് നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. അതിനുശേഷം അതിനെ
ചേഞ്ച് ചെയ്യും. കണ്ടോ, എക്സിന്റെ വാല്യൂ നേരെ വൈയിലേക്ക് 5 ആയിട്ട് വന്നു. അതിനുശേഷം വൈയിൽ വെച്ചിട്ടായിരിക്കും ആ 5ന് ഇൻക്രിമെന്റ് സംഭവിക്കുന്നുണ്ടാവുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, പോസ്റ്റ് ഫിക്സ് ഫോം എന്ന് പറയാം. ക്ലിയർ അല്ലേ? യെസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് ഇതിനകത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്, നമുക്ക് എന്താ പറയാ, നമുക്ക് തെറ്റാനുള്ള ടെൻഡൻസി കൂടുതലുള്ള ഏരിയയാണ് ഇതെന്ന് പറയുന്നത്. യെസ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനിയും എന്ത് ചെയ്യുക, എക്സാമിന് വരുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഒരു ഇൻക്രിമെന്റ് ഒരു ഡിക്രിമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാനായിട്ട് പറയുന്ന സമയത്ത് അതിന്റെ പോസ്റ്റ് ഫിക്സ് ഫോമോ അല്ലെങ്കിൽ അതിന്റെ പ്രീഫിക്സ് ഫോമോ യൂസ് ചെയ്യാൻ പറയുമ്പം കറക്റ്റ് ആയിട്ട്, ഇപ്പൊ പ്രീഫിക്സ് ആണെങ്കിൽ നിങ്ങൾ എന്തോർക്കുക, നമ്മുടെ മൊബൈൽ റീചാർജിനെ കുറിച്ച് ഓർക്കുക. പോസ്റ്റ് ഫിക്സ് ആണെങ്കിൽ എന്തോർക്കുക, നമ്മൾ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഓർക്കുക. അങ്ങനെ കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക്